ആലപ്പുഴയിൽ അമ്മയും മകളും ട്രെയിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. നാടിനെ നടുക്കിയ വിയ്യപുരം പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്ക് പ്രിയയുടെയും മകൾ കൃഷ്ണപ്രിയയുടെയും ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ഏകമകളുടെ പരീക്ഷയെക്കുറിച്ചുള്ള ആശങ്ക മാനസിക സമ്മർദ്ദമായി മാറിയതിനെ തുടർന്നാണ് അമ്മയും മകളും ജീവനൊടുക്കിയതെന്ന് സൂചന. തകഴി പഞ്ചായത്ത് 7-ാം വാർഡിൽ കേളമംഗലം വിജയനിവാസിൽ പരേതരായ ഗോപാലകൃഷ്ണപിള്ളയുടെയും വിജയലക്ഷ്മിയുടെയും മകൾ പ്രിയ, മകൾ കൃഷ്ണപ്രിയ എന്നിവരാണ് ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഇന്നലെ ഉച്ചയ്ക്ക് തകഴി ആശുപത്രി ലെവൽ ക്രോസിന് സമീപത്താണ് സംഭവം. അമ്പലപ്പുഴയിലെ സ്വകാര്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മകൾ കൃഷ്ണപ്രിയ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്നെങ്കിലും കഴിഞ്ഞ പരീക്ഷയിൽ ഏതാനും ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റിച്ചിരുന്നു. ഈ കാരണത്താൽ പ്രിയ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. വിയ്യപുരം പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കായി ജോലി ചെയ്തു വന്നിരുന്ന പ്രിയ മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയായിരുന്നു. കുടുംബ പ്രശ്നങ്ങൾക്കൊപ്പം മകൾക്ക് പഠന നിലവാരം കുറവാണെന്ന ആശങ്കയിൽ മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ പ്രിയ ദിവസങ്ങൾക്ക് മുമ്പ് കൗൺസിലിംഗിൽ പങ്കെടുത്തിരുന്നു. ഇന്നലെ പരീക്ഷയില്ലാത്തതിനാൽ മകളെ ഒപ്പം കൂട്ടി പ്രിയ ജോലി ചെയ്യുന്ന വിയ്യപുരം പഞ്ചായത്തിലെത്തി. 1 മണിവരെ പഞ്ചായത്ത് ഓഫീസിൽ കഴിച്ചുകൂട്ടിയ ശേഷമാണ് തകഴിയിലെത്തി ട്രെയിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത്. മകളുമായി പഞ്ചായത്തിലെത്തിയ പ്രിയ കടുത്ത മാനസിക സമ്മർദ്ദം പ്രകടിപ്പിച്ചിരുന്നതായി ജീവനക്കാർ പറയുന്നു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്ന ഭർത്താവ് മഹേഷ് കുമാറുമായി ഏറെക്കാലമായി അകന്നു കഴിയുകയാണ് പ്രിയ. ഇരുവരും വിവാഹമോചനത്തിന്റെ വക്കിലാണ്. ഏകമകളെ കാണാൻ പോലും മഹേഷ് നാട്ടിലെത്തിയിരുന്നില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. കുടുംബ പ്രശ്നങ്ങളിൽ മനംനൊന്ത് കഴിയുമ്പോഴാണ് മകളുടെ പഠന മികവിലെ ആശങ്ക പ്രിയയെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലെത്തിച്ചത്. ഇതോടൊപ്പം തന്നെ പ്രിയ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായിരുന്നു. എന്നാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പ്രിയയ്ക്ക് ഇല്ലാതിരുന്നതായാണ് സഹജീവനക്കാരടക്കം പ്രിയയെ അറിയാവുന്നവർ പറയുന്നത്. പ്രിയയെ വിയ്യപുരം പഞ്ചായത്തിൽ നിന്നും മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നതായി പുറത്തുവന്ന വാർത്തകൾ തെറ്റാണെന്നും ബന്ധുക്കൾ പറയുന്നു.